റോബോട്ട് നമ്മുടെ വീടിന്റെ താഴെയുണ്ട്. ജിൻഡുവിന്റെ സഹായത്തോടെ ഞാൻ ഇപ്പൊ അതിനെ പുറത്തെടുക്കും. ജിൻഡു, നീ ഇതെവിടെയാ? ഞാനാണ് ജിൻ. പറയൂ ബോസ്, എന്തിനാണ് വിളിച്ചത്? ഭൂമിക്കടിയിൽ അനക്കൊണ്ടയുണ്ട്. അതിനെ പോയി പിടിച്ചോണ്ട് വാ. ഇപ്പൊ ചെയ്യാം ബോസ്. ഓ നോ, നീ എന്തായി ചെയ്തത്? ഈ അനക്കൊണ്ടസ് അല്ല എനിക്ക് വേണ്ടേ. ഇപ്പൊ നമ്മുടെ വീടിന്റെ താഴെ കറങ്ങുന്ന ആ അനക്കൊണ്ടയാ എനിക്ക് വേണ്ടേ. ഇതിനൊക്കെ തിരിച്ചയക്ക്. നീ ഓരോ ഓർഡർ പോലും മര്യാദക്ക് തരുന്നില്ല. ഞാൻ ഈ അനക്കൊണ്ടകളൊക്കെ തിരിച്ചു പറഞ്ഞു വിടുക, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവുക. അപ്പൂപ്പ, ജിൻഡു ആകെ ദേഷ്യപ്പെട്ട് പോയി കളഞ്ഞു. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വീർ, നീ ഭൂമിയിലൂടെ നടക്കുകയാണെങ്കിൽ അത് വീണ്ടും നിന്നെ കണ്ടുപിടിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. ഇതാണ് ജെറ്റ് ഷൂസ്. ഇത് നീ ധരിച്ചാൽ നിനക്ക് പറക്കാൻ സാധിക്കും. കുറച്ചു നേരം നീ ഭൂമിയിലൂടെ ഓടണം. അപ്പോൾ ആ അനാക്കോണ്ട റോബോട്ട് നിന്നെ ഡിറ്റക്ട് ചെയ്ത് നിന്റെ പിന്നാലെ വരും. അപ്പം നീ വായുവിൽ പറക്കണം. അപ്പോൾ അതിന് നിന്നെ പിടിക്കാനാവില്ലല്ലോ. മനസ്സിലായോ? താങ്ക് യു അപ്പൂപ്പ, എനിക്കെല്ലാം മനസ്സിലായി. ഇതാണ് അതിന്റെ റിമോട്ട്. ഇതിൽ കാണുന്ന പച്ച ബട്ടൺ അമർത്തിയാൽ ജെറ്റ് പുറത്തേക്ക് വരികയും നിനക്ക് പറക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ നീ ഇതിലെ ചുവന്ന ബട്ടൺ അമർത്തിയാൽ അത് നിന്നെ ഭൂമിയിൽ തിരിച്ചിറക്കുകയും ചെയ്യും. റെഡ് ബട്ടൺ അമർത്ത്, റെഡ് ബട്ടൺ അമർത്ത്. നിനക്ക് ഈ ഷൂസ് ധരിച്ച് ശീലമില്ലാത്തത് കൊണ്ടാ. വായുവിൽ പറക്കുമ്പോൾ ബോഡി നന്നായിട്ട് ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ടേയിരിക്കും. ഓക്കേ വീർ, ഇനി നീ വേഗം ചെല്ല്. എന്നിട്ട് ആ റോബോട്ടിനെ ഈ നഗരത്തിൽ നിന്നും ദൂരെ കൊണ്ടുപോ. നീ എന്താ ജിൻഡുവിനെ ഹെൽപ്പിന് വിളിക്കാത്തത്? ഒരു പ്രശ്നം പോരാഞ്ഞിട്ടാണോ വേറെ പ്രശ്നത്തിന് വിളിച്ചു വരുത്തുന്നത്? ഡോണ്ട് വറി, ഇതിന് ഞാൻ സ്വയം തടഞ്ഞോളാം. ജിൻഡു, ഞങ്ങളെ രക്ഷിക്ക്. നീ ഇതെവിടെയാണ്? ഞാൻ ഇവിടെയുണ്ട് ചുൾബുൾ. വേഗം പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് ആനക്കൊണ്ടയ്ക്ക് പറ്റിയ ചികിത്സ കൊടുക്കാൻ പറ്റുമോ? ആഹാ, പിന്നെന്താ, വളരെ നല്ല ചികിത്സ കൊടുക്കാമല്ലോ. ഒരുപാട് കാലമായി ഞങ്ങൾ നിങ്ങൾക്ക് $5 മില്യൺ തന്നതാണ്. അപ്പോൾ താൻ ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്ത് തന്നതാണ്, നീ ഞങ്ങൾക്ക് ആ പ്രേം സഹായി ഉണ്ടാക്കിയെടുത്ത റോബോട്ടിക് മാനെ കൊണ്ടുവന്ന് തരുമെന്ന്. പക്ഷേ നീ ഇതുവരെ നീ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. ഇനി അത് നിന്നെയും കൊണ്ട് പറ്റില്ല എന്നാണെങ്കിൽ ഞങ്ങളുടെ ആ $5 മില്യൺ ഞങ്ങൾക്ക് തിരിച്ചു തരാം. ഞാൻ അത് തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ രാത്രിയും ഞാൻ അത് തന്നെയാണ് സ്വപ്നം കാണുന്നതും. ഞങ്ങൾ നിനക്ക് സ്വപ്നം കാണാൻ വേണ്ടിയല്ല കാശെണ്ണി തന്നത്, മനസ്സിലായോ? ആ ഡോക്ടർ പ്രേം സഹായിയുടെ റോബോട്ടിനെ വേഗം എനിക്ക് കൊണ്ടുവന്ന് താ. എന്റെ സ്വപ്നം ആ റോബോട്ടിനെ പിടിക്കുക എന്നതാണ്. എന്റെ ആ സ്വപ്നത്തെ പൂർത്തീകരിക്കാനായി ഈ ആനക്കൊണ്ട റോബോട്ട് എന്നെ സഹായിക്കും. ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് ഭൂമിക്കടിയിലൂടെ സഞ്ചരിക്കും. എന്നിട്ട് ഭൂമിക്ക് മുകളിൽ മനുഷ്യന്റെ രൂപത്തിലുള്ള ഏതെങ്കിലും മെറ്റൽ കണ്ടെത്തിയാൽ അതിനെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരും. ആ മെറ്റലിന്റെ ഹ്യൂമൻ രൂപം അത് തീർച്ചയായിട്ടും ആ പ്രേം സഹായിയുടെ റോബോട്ട് തന്നെയായിരിക്കും. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ബോസ് ശരിക്കും ഒരു ജീനിയസ് ആണ്. ഇത് കണ്ടില്ലേ, ഞാൻ പ്രേം സഹായിയുടെ റോബോട്ടിന്റെ ഒരു ഡമ്മി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുക. ഇപ്പൊ നമ്മുടെ അനക്കോണ്ട റോബോട്ട് ഇതിനെ വന്ന് പിടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അനക്കോണ്ട റോബോട്ട് അതിന്റെ ജോലി മര്യാദക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അല്ല, ഇതെന്താ? അയ്യോ, രക്ഷിക്കണേ!
സോറി ബോസ്. Mad Max is mad. Very, very mad. ടിംബക്ടു, ആ മണ്ടൻ റോബോട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഇപ്പോൾ എന്തായിരുന്നു? ഇന്നും നിന്നെ വെറുതെ വിടില്ല. സോറി ബോസ്, ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഈ അബദ്ധത്തിനുള്ള ശിക്ഷ ഞാൻ ഇപ്പൊ തരാം. വേണ്ട ബോസ്, ബോസ് വേണ്ട ബോസ്. ഇതാ ചേച്ചി, ചേച്ചിയുടെ ബാഗ്. താങ്ക് യു സോ മച്ച്. ഈ കള്ളന്മാരെ കാരണം ഈടിയായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ പേടിയായിരിക്കുക. ദിവസവും ആരെങ്കിലും ഒക്കെ ആരുടെയെങ്കിലും ബാഗും പിടിച്ചു പറിച്ചോണ്ട് ഓടുന്നത് ഇപ്പൊ പതിവാ. ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഇനി ഒരിക്കലും ആ കള്ളൻ ആരുടെയും ബാഗ് മോഷ്ടിക്കില്ല. അതങ്ങനെ, എന്റെ കയ്യിൽ അതിനൊരു ഐഡിയ ഉണ്ട്. ആ കള്ളനെ ട്രാക്ക് ചെയ്യുന്ന വീരനോട് പറഞ്ഞത്. ഞാൻ ഇത്രയും നേരം ഈ വഴിയെ നടക്കുന്നു, ഇതുവരെ ഒരു കള്ളനും വന്നില്ലല്ലോ. അതെ ചുൾബുൾ, നീ ജിൻഡുവിന്റെ കൂടെ എന്റെ പിന്നാലെ വാ. ഈ കള്ളന്മാരെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്നേക്കുമായി ഓടിക്കണം. ജിൻഡു, നീ അവനെ പിടിക്കേ, ഞാൻ ഇമ്മിലെ പോയി രക്ഷിക്കട്ടെ. ഓക്കെ ബോസ്. ഈ ജയിലിപ്പോ എവിടുന്നാ വന്നത്? നിന്നെ പിടിക്കാനായി മുകളിൽ മരത്തിൽ കെട്ടിത്തൂക്കി ഇട്ടിരിക്കായിരുന്നു ഞങ്ങള്. പക്ഷെ ഇവിടെ ഒരു മരം പോലും ഇല്ലല്ലോ. ആ, ഈ മരം ഇത് എവിടുന്നാ വന്നത്? ഈ മരം ഇത് എവിടുന്നാ വന്നത്? എന്നെ വെറുതെ വിട്, എനിക്ക് ഇവിടുന്ന് പോണം. ഇത് മരത്തിന്റെ ലഞ്ച് ടൈമാണ്. അത് ലഞ്ചിന് കള്ളന്മാരെയാണ് കഴിക്കാറ്. ഇനി ആ മരം വെറുതെ വിട്ടാലേ നിനക്ക് പോവാൻ സാധിക്കുകയുള്ളൂ. മമ്മി, എന്നെ പ്ലീസ്. മോഷണം നടത്തുന്നത് പാവമാണ്, മോഷണം നടത്തുന്നത് പാവമാണ്. ഞാനിനി ഒരിക്കലും മോഷണം നടത്തത്തില്ലേ. പോയിക്കോ, ഇനി മേലിൽ ഇവിടെ കണ്ടുപോകരുത്. താങ്ക് യു സാർ. ഓർമ്മ വെച്ചോളൂ, എന്റെ പേരാണ് കോബ്ര. സർക്കാരിനോട് എനിക്ക് ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. അതായത് ആ ഡോക്ടർ പ്രേം സഹായ് ഈ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും അയാളെ എന്റെ കസ്റ്റഡിയിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്റെ ഈ മിസൈൽ ഉപയോഗിച്ച് ഈ നാടിനെ മൊത്തമായി നശിപ്പിച്ചു കളയും. ആ പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്. പോലീസ് ഫോഴ്സോ ആർമിയോ എന്റെ ഈ പരിധിക്കുള്ളിലെങ്ങാനും വന്നാൽ അപ്പോഴും ഞാൻ ഈ നാടിനെ മുഴുവനും നശിപ്പിച്ചു കളയും. പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? വീർ, ഇത് ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണല്ലോ. നഗരത്തിലെ മുഴുവനും ആളുകളുടെയും ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളുടെ മുഴുവൻ ജീവൻ രക്ഷിക്കുവാനായി ഞാൻ സ്വയമേ പോയി ആ കോബ്രയ്ക്ക് കീഴടങ്ങേണ്ടി വരും. വേണ്ട അപ്പൂപ്പ, ഞാനില്ലേ ഇവിടെ. അപ്പൂപ്പൻ തന്നെയല്ലേ പറയാറുള്ളേ, തിങ്ക് പോസിറ്റീവ്. അപ്പൊ ഇമ്പോസിബിൾ ആയ കാര്യം പോസിബിൾ ആവുമെന്ന്. കോബ്രേന്റെ അടുത്ത് അപ്പൂപ്പന് പകരം ഞാൻ പോവാം. വീർ, നമുക്കിത് ആ കാണുന്ന മിനാറിലാണ് പോണ്ടത്. പക്ഷേ ജിൻഡുവിനെ വിളിക്ക്. ജിൻടു, ഞാനാണ് ജിൻ. പറയൂ ബോസ്, എന്താണ് പ്രശ്നം? ജിൻടു, ആ മിനാറിന്റെ മുകളിൽ ഒരു കുറ്റവാളിയുണ്ട്. അവനെ തടയണം. അവന് പ്രേം സഹായം കിട്ടിയില്ലെങ്കിൽ അവന് നഗരം മുഴുവൻ നശിപ്പിക്കുമെന്നാ പറയുന്നേ. അതിനിപ്പോ എന്താ പ്രശ്നം? അവർക്ക് വേണ്ടത് ഡോക്ടർ സഹായിയല്ലേ? ഈ നഗരത്തിൽ എത്ര സഹായി എന്ന് പേരുള്ള ഡോക്ടേഴ്സ് ഉണ്ടോ അവരെയൊക്കെ കൊണ്ടുവരണം. ദേ വന്നു.
എന്താ ഇത്? ഞാനിവിടെ എന്ത് ചെയ്യുകയാണ്? എന്റെ ഓപ്പറേഷൻ പാതി വഴി നിൽക്കുകയാ. ഞാൻ കുളിക്കുകയായിരുന്നല്ലോ, പിന്നെങ്ങനെ ഞാൻ ഇവിടെ എത്തിയത്? ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ഡിന്നർ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എല്ലാവരും അപ്രത്യക്ഷമാക്ക് വേഗം. ഓ, എനിക്ക് മനസ്സിലാവാത്തത് ഇവരെ അപ്രത്യക്ഷമാക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ശരി ശരി, ഞാൻ തന്നെ ഏതെങ്കിലും വഴി കണ്ടുപിടിച്ചേ മതിയാവൂ. തൽക്കാലം നീ പൊയ്ക്കോ, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോളാം. പക്ഷെ നീ എനിക്കൊരു സഹായം ചെയ്യണം. പറക്കാനുള്ള മന്ത്രം എനിക്ക് പറഞ്ഞതാ, എന്നിട്ട് നീ ഇവിടുന്ന് പൊയ്ക്കോ. ഓക്കെ ബോസ്. മന്ത്രം ഇതാണ്: അകടം പകടം ആലം ഫാലം ഇകടം തികടം ദം ദമാദം. ഇത് പറഞ്ഞിട്ട് പറയണം ഞാൻ പറക്കട്ടെ എന്ന്. ഞാൻ ഈ പറക്കുന്നത് പോലെ അപ്പൊ നിങ്ങൾക്കും പറക്കാൻ കഴിയും. എന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ വിളിച്ചാ മതി. താങ്ക് യു. ഈ സഹായം തന്നെ ധാരാളമാ. അകടം പകടം ആലം ഫാലം നികിടം തികിടം ദം ദമാദം. ഞങ്ങൾ ഇവിടുന്ന് പറക്കട്ടെ. വരൂ ചുൾപുൾ, വായുവിൽ പറന്നോളൂ. ബോസ് ബോസ്, അത് കണ്ടില്ലേ? ഒരു കഴുത വായുവിൽ പറക്കുന്നു. വായുവിൽ പറക്കുന്ന കഴുത എവിടെ? നിങ്ങൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ലേ? കഴുതകൾ എന്നാടോ പറന്നിട്ടുള്ളത്?